ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്ന മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത് കഠിനാധ്വാനത്തിന്റെ വിയർപ്പ് രുചിച്ചാണ്. പഠനത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനിടെയാണ് ഉപദേശകനായി നിയമിതനാകുന്നത്. പിന്നീട് ധനമന്ത്രിയായും 2 തവണ രാജ്യത്തെ പ്രധാനമന്ത്രിയുമായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഫീസ് നൽകാൻ പണമില്ലാത്തതിനെ തുടർന്ന് 1 വർഷത്തെ കോളേജ് പഠനം മുടങ്ങിയ അമൃത്സറിലെ ഗലിബറി വാലിയിലെ സാധാരണ വിദ്യാർത്ഥി പ്രധാനമന്ത്രി വസതിയായ റേസ് ഹോഴ്സ് റോഡിലെ 7-ാം നമ്പർ വീട്ടിലേക്കെത്തിയത് കഠിനാധ്വാനത്തിന്റെ വിയർപ്പ് രുചിച്ചാണ്. പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗായിൽ അധ്യാപകനായിരുന്ന ഗുർമിത് സിംഗിന്റെയും അമൃത് കൗറിന്റെയും മകനായി 1932 സെപ്റ്റംബർ 26-നായിരുന്നു മൻമോഹൻ സിംഗിന്റെ ജനനം. പാകിസ്ഥാനിലെ പെഷ്വാറിൽ നിന്ന് അമൃത്സറിലേക്ക് പലായനം ചെയ്ത കുടുംബമായതുകൊണ്ട് തന്നെ കുടുംബത്തിന് പരിമിതികളേറെ ഉണ്ടായിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്ന മൻമോഹൻ സിംഗ് വിവിധ സ്കോളർഷിപ്പുകളോടെയാണ് പഠനം പൂർത്തിയാക്കിയത്. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ മൻമോഹൻ ലണ്ടനിലെ കേംബ്രിഡ്ജിലെ സെന്റ് ജോൺസ് കോളേജിൽ MA എക്കണോമിക്സിന് ചേർന്നു. മികച്ച പ്രകടനത്തിലുള്ള റൈറ്റേഴ്സ് പുരസ്കാരവും ആദം സ്മിത്ത് പുരസ്കാരവും നേടിയാണ് മൻമോഹൻ അവിടെ പഠനം പൂർത്തിയാക്കിയത്. നൊബേൽ സമ്മാന ജേതാക്കളടക്കം പഠിച്ച ഓക്സ്ഫോർഡിലെ നെഫീൽഡ് കോളേജിലായിരുന്നു മൻമോഹന്റെ ഗവേഷണം. പഠനത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനിടെയാണ് നെഹ്റുവിന്റെ വിശ്വസ്തനായ പാർലമെന്ററി സെക്രട്ടറി ലളിത് നാരായണ മിശ്ര മൻമോഹനെ വാണിജ്യ വ്യവസായ വകുപ്പിൽ ഉപദേശകനായി നിയമിക്കുന്നത്. 20 വർഷത്തോളം സർക്കാരിന്റെ പല സ്ഥാനത്തും മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു. 1971 കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ്, 1972 ചീഫ് എക്കണോമിക് അഡ്വൈസർ, 1976 റിസർവ് ബാങ്ക് ഡയറക്ടർ, 1982 റിസർവ് ബാങ്ക് ഗവർണർ, 1985 കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ, 1987 ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, 1991 പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ്, അതേ വർഷം തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ. ഇതിനിടെ ലോക വ്യാപാര സംഘടനയിലും ലോകബാങ്കിലും നിർണായക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. UGC ചെയർമാനായിരിക്കെയാണ് റാവു തന്റെ മന്ത്രിസഭയിലേക്ക് മൻമോഹനെ ക്ഷണിക്കുന്നത്. ധനമന്ത്രിയായ ശേഷമാണ് മൻമോഹൻ രാജ്യസഭയിലൂടെ പാർലമെന്റ് അംഗമാകുന്നത്. പിന്നീട് 2004 കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്ന് ഇടതു പിന്തുണയോടെ രൂപീകരിച്ച 1ാം UPA സർക്കാരിൽ വലിയ രാഷ്ട്രീയ നാടകത്തിനൊടുവിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിലേക്ക്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. റിസർവ് ബാങ്ക് ഗവർണറും പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനുമായി സാമ്പത്തിക രംഗത്ത് കഴിവ് തെളിയിച്ച ശേഷമാണ് മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയ പ്രവേശം. ഇന്ത്യയുടെ ഗതി മാറ്റിയ സാമ്പത്തിക ഉദാരവൽക്കരണം ശില്പിയായ മൻമോഹൻ സിംഗ് 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. The changes in trade policy introduced last year have eliminated the differential incentive for export at higher stages of manufacture. While a uniform pattern of incentive is generally to be preferred, there is a case for introducing some disincentive for export of certain primary products where the same product can be easily exported in value-added form. മുൻ പ്രധാനമന്ത്രി എന്നതിലുപരി ഇന്ത്യൻ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ശില്പി എന്നാകും ചരിത്രം ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന പേരിനൊപ്പം രേഖപ്പെടുത്തുക. റിസർവ് ബാങ്ക് ഗവർണറിൽ നിന്ന് ധനമന്ത്രി സ്ഥാനം, പിന്നീട് പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം ഭരണകാലാവധി പൂർത്തിയാക്കി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി. I, Manmohan Singh, do swear in the name of God that I will bear true faith and allegiance to the Constitution of India. പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഞ്ജയ് ബാരു മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിച്ചത് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ്. 1991 നരസിംഹറാവു മന്ത്രിസഭയിലേക്ക് മൻമോഹൻ സിംഗിന് വിളിയെത്തുന്നതും പിന്നീട് 2004 പ്രധാനമന്ത്രി പദത്തിലെത്തുന്നതും ആകസ്മികമായി തന്നെ. രാജ്യം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലത്തായിരുന്നു ധനമന്ത്രി സ്ഥാനത്തേക്കുള്ള റാവുവിന്റെ വിളി. രാജ്യത്തിന്റെ കടം കുന്നുകൂടുകയും ചുരുക്കം ചില ആഴ്ചകൾ മാത്രം കടന്നുപോകാനുള്ള വിദേശ നാണ്യം മാത്രം ബാക്കിയാകുകയും ചെയ്ത കാലം. അതുവരെ തുടർന്നു വന്ന സാമ്പത്തിക നയങ്ങളുടെ ഘടന തന്നെ മാറ്റി മൻമോഹൻ സിംഗ്. പരിഷ്കാരങ്ങൾ ഘട്ടം ഘട്ടമായി പ്രഖ്യാപിക്കാൻ തുടങ്ങി. രൂപയുടെ മൂല്യം കുറച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ മാറ്റങ്ങൾക്ക് വഴിവെച്ച ബജറ്റ് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ചു. വ്യാവസായിക ലൈസൻസ് ഇല്ലാതാക്കി. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചു. ഒരു വശത്ത് കടുത്ത വിമർശനം നേരിട്ടപ്പോഴും സർക്കാർ പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോയി. അതാണ്
ഇന്ന് കാണുന്ന ഇന്ത്യയിലേക്കുള്ള ചുവടുവെപ്പ്. Our economy, polity and society have to be made extraordinarily resilient and alert if we are to take full advantage of the opportunities and to minimize the risks associated with the increasing globalization of economic processes. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി 2004 ഉൾവിളി അനുസരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം നിരസിച്ചപ്പോൾ പദവി ഏൽപ്പിച്ചത് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ മൻമോഹൻ സിംഗിനെ. പൊതുമിനിമം പരിപാടി അനുസരിച്ചുള്ള ഭരണം, അതിന് ഇടതുപക്ഷത്തിന്റെ പുറമേ നിന്നുള്ള പിന്തുണ, രാജ്യത്തെ ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരമുയർത്തിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു UPAയുടെ തുടർഭരണത്തിന് വഴിവെട്ടിയത്. നിശബ്ദനായ പ്രധാനമന്ത്രി എന്നായിരുന്നു മൻമോഹൻ സിംഗിനെതിരായ എതിരാളികളുടെ വിമർശനം. പക്ഷെ അധികാരമൊഴിയുന്നതിന് മുൻപ് മൻമോഹൻ സിംഗ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചു. ചോദ്യങ്ങൾക്ക് മൻമോഹൻ സിംഗിന് ഉത്തരമുണ്ടായിരുന്നു. I honestly believe that history will be kinder to me than the contemporary media or for that matter the opposition parties in parliament. രാജ്യം ഞെട്ടിയ നോട്ട് നിരോധനക്കാലത്ത് മൻമോഹൻ സിംഗിന്റെ വാക്കുകൾക്ക് ജനം കാതോർത്തു. നോട്ട് നിരോധനം സംഘടിത കൊള്ളയെന്ന് മൻമോഹൻ തുറന്നടിച്ചു. 3 പതിറ്റാണ്ടിലധികം നീണ്ട പാർലമെന്ററി ജീവിതത്തിന്റെ അവസാനം ഡൽഹി ബില്ലിന്റെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ മൻമോഹൻ സിംഗ് സഭയിലെത്തിയത് വീൽ ചെയറിലായിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഭരണപക്ഷം പോലും അതിനെ കൈയടിച്ചു. 92-ാം വയസ്സിൽ മൻമോഹൻ സിംഗ് വിട പറയുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം കൂടിയാണ് മായുന്നത്. ER രാഗേഷ്, News 18.